നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള നമ്മുടെ ജനങ്ങളെന്ന് പറയുന്നവർ ഒരു ഭൂരിഭാഗവും അതിൽപ്പെടുന്നവർ അന്ധവിശ്വാസങ്ങളും അതുപോലെ അബദ്ധജടിലങ്ങളുമായ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാനിടയായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇത് പറഞ്ഞത് നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. മൗണ്ട് ബാറ്റൺ പ്രഭു അന്ന് പറയാൻ കാരണം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ആഗസ്റ്റ് 15 എന്നുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അത് വെള്ളിയാഴ്ച ആയിപ്പോയത് കൊണ്ട് അതൊരു പ്രത്യേക സമുദായത്തിൻ്റെ ഇതിലേക്ക് മാറും എന്ന് അന്നത്തെ പുരോഹിതന്മാരെല്ലാം കൂടെ പറഞ്ഞു പ്രശ്നമാക്കി. അവസാനം എന്നും സ്വാതന്ത്ര്യം കിട്ടിയാലും മതി എന്ന് അവർക്ക് പറഞ്ഞു. പക്ഷെ അതിന് നൊന്തത് ഗാന്ധിജിക്ക് ആയതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു എത്രയും പെട്ടെന്ന് കിട്ടണം. അപ്പോൾ ആഗസ്റ്റ് 14, അതായത് 15 എന്നുള്ളതിന് പകരം ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ന് ഫിക്സ് ചെയ്തു. ഇത് തുടങ്ങുമ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്, പിറ്റേന്ന് ആഗസ്റ്റ് 15 എന്നുള്ളത് ആർക്കും അറിയാൻ വയ്യാത്തതുപോലായി. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ രീതിയിലായി. ഇത് അന്ന് ഈ ലോർഡ് മൗണ്ട് ബാറ്റൺ അന്ന് പറഞ്ഞു ഈ രാജ്യം രക്ഷപ്പെടില്ല ഒരിക്കലും. അതായത് ഇതുപോലെ അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലങ്ങളുമായ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ജനത ഉള്ളിടത്തോളം കാലം ഈ രാജ്യം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ഇത് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയായി നമ്മുടെ രാജ്യത്ത് കാണുന്നത്? ഇവിടെ നരഭോജികളായിട്ട് വരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ മാറുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ, സാക്ഷര കേരളമെന്ന് അഭിമാനിക്കുന്ന കേരളത്തില് നരഭോജികളായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ആളുകൾ. കാരണം അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. ഒരുപാട് പേരെ, അതായത് ഈ മന്ത്രവാദങ്ങളും അതും ഇതുമൊക്കെ നടത്തി ഒരുപാട് പേരെ തല്ലിക്കൊല്ലുന്ന അത് നമ്മൾ കണ്ടു. ഒരുപാട് കൊലപാതകങ്ങൾ അതിൻ്റെ പേരിൽ നടക്കുന്ന നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ ജനങ്ങൾ എന്നാലും പഠിക്കില്ല. അതാണ് കാരണം. ഇവിടെ ഈ ആൾ ദൈവങ്ങൾ സ്വന്തമായിട്ട് ചിലർ ദൈവമായിട്ട് അങ്ങ് അവരോധിക്കും. അപ്പോൾ അതൊരു വലിയ മാർക്കറ്റാണെന്ന് കണ്ടിട്ട് നമ്മുടെ ചില ഭരണാധികാരികൾ വരെ ആ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം ഞാനങ്ങ് ദൈവമാണ്, സാധാരണ ഒരു ജന്മമല്ല എൻ്റെത്. ബയോളജിക്കലായിട്ട് നമ്മളെല്ലാം ജനിക്കുന്നു, പക്ഷേ എൻ്റെ ജന്മം എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല. പക്ഷേ എനിക്ക് ഒരു അവതാരം ആയിട്ട് വന്നേക്കുകയാണ്. അതായത് ഒരു 1,00,000 വർഷം കൂടുമ്പോഴൊക്കെ ഓരോ അവതാരങ്ങളെ ദൈവം ലോകത്തേക്ക് അയക്കാറുണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ അങ്ങനെ ഒരു അവതാരമാണ് എന്ന് ചിലർക്ക് അങ്ങ് തോന്നിപ്പോകും. കാരണം അവർ ആ രീതിയിലേക്ക് അങ്ങ് ഉയരുകയാണ്. അപ്പം നമ്മളെ ഒരാളെ അങ്ങ് പ്രകീർത്തിച്ച ഓരോ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ വലുതാണെന്ന് പറഞ്ഞാൽ അവസാനം ഇയാൾ അങ്ങ് പൊങ്ങിപ്പോവും ആകാശത്തോട്ട്. അങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ട് അത് അവതാരമാണെന്ന് വരെ തോന്നും, ദൈവമാണെന്ന് തോന്നും. പക്ഷേ അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് കാണുന്നത് തന്നെയാണ്. ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഓടി ഒളിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതായത് ആൾ ദൈവം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുപോലാണ് ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറയും. വല്ലവരുടെയൊക്കെ വസ്തുവൊക്കെ വിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഒരുപാട് ആത്മഹത്യകൾ നടക്കും. അത് കൊലപാതകങ്ങളായിരിക്കും പലപ്പോഴും, പക്ഷെ അത് ആത്മഹത്യകളായിട്ട് മാറിപ്പോവും. ഈ ആൾ ദൈവങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ പേരിൽ അന്വേഷണം നടക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ നടക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? ഈ ആൾ ദൈവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ കൊണ്ടു നടക്കും. കാരണം അവർക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആൾ ദൈവങ്ങൾ ഓടി ഒളിച്ചെന്ന്. ഞങ്ങൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തിന് മനസ്സിലായി ഇവരെ കൊണ്ടുള്ള ഉപദ്രവം ജനങ്ങൾക്ക്. അന്നാണ് നമ്മുടെ ഈ നാട്ടിലോട്ട് കോവിഡ് അടിച്ചു കയറിയത്. നമ്മുടെ ഈ ലോകത്ത് തന്നെ വന്നു കയറിയപ്പോൾ അന്ന് ഈ ആൾ ദൈവങ്ങളെ ഒരൊറ്റ എണ്ണത്തിനെ വെളിയിൽ കാണാനുണ്ടായിരുന്നു? ഒരൊറ്റ എണ്ണം വന്നില്ല. അന്ന് പ്രാർത്ഥനയില്ല, സമൂഹമായിട്ടുള്ള ഇത് ആഘോഷങ്ങളില്ല, മറ്റൊന്നില്ല, ഒന്നുമില്ല. ഇത് ആൾ ദൈവങ്ങളൊക്കെ എവിടെ പോയി എന്ന്? ഈ ആൾ ദൈവങ്ങളെല്ലാം വാക്സിൻ എടുത്തല്ലോ, ഒരു കുഴപ്പമില്ലാതെ. കാരണം ജീവിച്ചിരിക്കണം. അത് ആൾ ദൈവങ്ങൾ അവർ ദൈവങ്ങളാണെങ്കിൽ പിന്നെ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞു തുടങ്ങി. പണ്ടേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെ വരുമെന്ന്. എന്നിട്ട് ഞങ്ങളാരും ഒന്നും കേട്ടില്ലല്ലോ പറയുന്നത്. ഇങ്ങനെ ഒരു ആപത്ത് ഞങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇത് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയണ്ടേ? എന്നിട്ടും ജനങ്ങൾ പഠിക്കത്തില്ല, ആളുകൾ പഠിക്കത്തില്ല. ഇവരുടെ പുറകെ നടക്കും. ഒരുപാട് പേര് ഇതിന് നടക്കും.
എത്ര പേരാണ് പേപ്പർ കത്തിച്ച് കുടിച്ച് ആശുപത്രി മരണക്കിടക്കലായ ആളുകളുണ്ട് ഓരോന്ന്. അതൊക്കെ ഒരു വർഷങ്ങൾ, അതായത് ഒരു കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് പൊങ്ങി വന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇപ്പോൾ റോഡേ നമുക്ക് സഞ്ചരിക്കാൻ വയ്യാത്ത വിധത്തിൽ വാഹനപ്പെരുപ്പമായി. കാരണം അങ്ങ് കയറുകയാണ്. എന്തിനാ കയറുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് കാര്യം. ആ, നീ വല്ലതും കണ്ടോ? ഒന്നും കണ്ടിട്ടില്ല ഇവര്. എന്നിട്ടങ്ങ് വിളിച്ചു പറയുകയാണ് ഇവരുടെ ഓരോരുത്തരുടെ പേരിൽ. ചിലര് വിമാനം തടഞ്ഞു നിർത്തിയത് വരെ പറയുന്നുണ്ട്. വിമാനം ഉണ്ടല്ലോ, വിമാനം തടഞ്ഞു നിർത്തി, വിമാനത്തിൽ അപകടം ഉണ്ടാവാൻ പോയി, വിമാനം കൺട്രോൾ ഇല്ലാതെ പോയി, ഇപ്പം വിമാനം അപകടം ഉണ്ടാവും. പക്ഷേ വിമാനം അവിടെ നിർത്തി സുരക്ഷിതമായിട്ട് ഒരു ദിവ്യൻ താഴെ ഇറക്കിയത് വരെ ഞാൻ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. വളരെ രസകരമായ സംഭവമാണ്. ഇതേ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം ഈ ജനങ്ങൾ രക്ഷപ്പെടത്തില്ല. വളരെ വലിയ മന്ത്രിച്ചോരോന്ന് കൈ കെട്ടുക കേട്ടോ, വെള്ളത്തിൽ തുപ്പി കൊടുക്കുക, അത് വാങ്ങിച്ചു കുടിക്കുക. ഇതൊക്കെ ഇത് ഒരുത്തൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വരാൻ പോയിരുന്നു കേട്ടോ. കാലിൻ്റെ അല്ല, അവൻ പോയ വാഹനം ഉണ്ടല്ലോ, അതിൻ്റെ ടയറിൻ്റെ അവിടുന്ന് പൊടിയും മണ്ണും പറന്ന് അത് പോയി വാരാൻ പോയി 116 എണ്ണമാണ് ജീവനാണ് പൊലിയുന്നത് കേട്ടോ. ഏറ്റവും വലിയ ലഹള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്ത കൊന്നൊടുക്കിയ മണിപ്പൂരിൽ അവിടെ പോലും 170-ൽ പരം കൊലപാതകങ്ങളാണ് നടന്നത്. നമ്മൾ അറിയത്തക്കൊണ്ടുള്ളത്, അതറിയാൻ വയ്യാതെ ഒരുപാട് വേറെ ഉണ്ട്. ഇവിടെ ഒരൊറ്റ ദിവ്യൻ കാരണം, ഒരാൾ ദൈവം കാരണം കൊല്ലപ്പെട്ടത് 116 പേരാണ്. കുറേ എണ്ണം ഇപ്പൊ കിടപ്പുണ്ട് വെന്റിലേറ്ററിലൊക്കെ മരിക്കാൻ. ഈ 116 എന്ന് പറയുന്ന 200 അല്ല, അതിന്റെ മേളിലൊക്കെ സംഖ്യ പോവും. ആ രീതിയിൽ കിടക്കുകയാണ്.